തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുത്തി തൃശ്ശൂർ ക്ഷേത്രത്തിലെയും പാറമേക്കാവ് ക്ഷേത്രത്തിലെയും വെടിക്കെട്ടുമായും കരിമരുന്ന് പ്രയോഗത്തിൻ്റെയും ഭാഗമായി 6000 കിലോ വരുന്ന വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വെടിപ്പുരയിൽ 5 വെടിപ്പുരയിൽ തീപിടിച്ച് 10-14 പേര് മരിച്ചുപോയി. കുറേയധികം ആളുകൾ ആശുപത്രിയിലാണ്. പല രൂപത്തിലുള്ള വലിയ വിവാദമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ നടന്ന കരിമരുന്ന് അപകടങ്ങളുടെയും കാര്യങ്ങളെന്ന് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. 2016 കറക്റ്റ് 10 വർഷം മുമ്പാണ് കൊല്ലം ജില്ലയിലെ ആറ്റിങ്ങൽ കഴിഞ്ഞ് കൊല്ലം ജില്ലയ്ക്ക് അടുത്ത് വരുന്ന പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടമുണ്ടായത്. 114 പേർക്കാണ് അന്ന് മരണമുണ്ടായത്. അത് വലിയ പ്രധാനമന്ത്രി അടക്കം വന്ന് അത് ക്ഷേത്രത്തിൻ്റെ അവിടെ നടന്നതാണ്. വെടിപ്പുരയിൽ നടന്ന സ്ഫോടനമാണ്. 114 പേരാണ് മരിച്ചത്. 650-ലധികം പേർക്കാണ് ചെറിയ അംഗവൈകല്യമെങ്കിലും വന്നിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുഞ്ഞു അംഗവൈകല്യമുണ്ട്. 650 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ 750 പേരെ വളരെ വലിയ ബുദ്ധിമുട്ടിച്ച ഒരു പടക്കം പൊട്ടലായിരുന്നു. അന്ന് 360ഓളം വീടുകൾക്ക് വലിയ നാശമുണ്ടായി. അത് കഴിഞ്ഞ് എറണാകുളം ജില്ലയിലെ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ടിൽ ജീവൻ നഷ്ടമായത് 2 പേർക്കേ പോയിട്ടുള്ളൂ. അത് 2016 തന്നെയാണ്. ക്ഷേത്രത്തിൽ താലപ്പൊലിക്കട വെടിക്കെട്ട് തയ്യാറാക്കുന്ന പുരയിലാണ് അന്ന് സ്ഫോടനമുണ്ടായത്. 2013 പന്നിയാംകുറിശി കുളംകുന്നത്ത് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 6 പേരാണ് മരിച്ചത്. 2013 6 പേരാണ് മരിച്ചത്. അത് 2011 പിറകിലോട്ട് പോയാൽ പാലക്കാട് ഷൊർണൂരിനടുത്ത് ത്രാങ്ങാലിയിൽ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് 13 പേരാണ് അന്ന് മരിച്ചത്. ത്രാങ്ങാലി പൂരത്തോടനുബന്ധിച്ചാണ് പടക്കം വിട്ടിച്ചിരുന്ന സ്ഥലം പൊട്ടിയത്. 2008 എറണാകുളം മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലിയുടെ ഭാഗമുള്ള വെടിക്കെട്ടിനെതിരെ ഡൈനമിറ്റ് ആളുകളുടെ ഇടയിൽ വീണ് പൊട്ടിയാണ് ദുരന്തമുണ്ടായത്. അന്ന് 3 പേർ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2006 തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കിയിരുന്ന വെടിക്കെട്ട് സാമാനിൽ സൂക്ഷിക്കുന്നിടത്ത് ജീവനിൽ 7 പേർ. ഇതേ തൃശ്ശൂരിൽ തന്നെ 2006 20 വർഷങ്ങൾക്ക് മുമ്പ് 7 പേരുടെ ജീവൻ പോയിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ 1952 വെടിമരുന്ന് പുര ഇതുപോലെ കരിമരുന്ന് സ്ഫോടനമുണ്ടായി. 68 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 1952 ജനുവരി 14 ഉച്ച കഴിഞ്ഞിട്ടാണ് 3 മണിയോടാണ് വെടിവഴിപാട് നടത്തുന്നിടത്ത് കരിമരുന്നിൻ്റെ സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിക്കുന്നത്. ഇങ്ങനെ 1999 പാലക്കാട്, 98 പാലക്കാട് കഞ്ചിക്കോട്, 97 തൃശ്ശൂർ ചിയ്യാരം, 90 കൊല്ലം മലനട, 89 തൃശ്ശൂർ കണ്ടശങ്കടവ്, 88 തൃപ്പൂണിത്തറ, 87 എറണാകുളം, 87 വീണ്ടും തൃശ്ശൂർ വേലൂർ ക്ഷേത്രം, 84 തൃശ്ശൂർ കണ്ടശങ്കടവ്, 78 തൃശ്ശൂർ പൂരത്തോട്. കൂടുതലും നടന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസകരമായ കാര്യം. തൃശ്ശൂർ ജില്ലക്കാരായിരിക്കും കൂടുതൽ കമ്പക്കാരും കരിമരുന്ന് പ്രയോഗത്തിൽ ഇഷ്ടപ്പെടുന്നവരും. ഇവിടെ 2 വാദം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം കരിമരുന്ന് പ്രയോഗത്തിൻ്റെ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും അശാസ്ത്രീയമായ നിയമം പാലിക്കാത്ത അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് എല്ലാ ദുരന്തങ്ങളും. വളരെ പ്രൊഫഷണലുകൾ പുറ്റിങ്ങൽ അപകടമുണ്ടായതിനു ശേഷം 2016 പുറ്റിങ്ങൽ അപകടമുണ്ടായതിനു ശേഷം 114 പേർ മരിച്ചതിന് ശേഷം വലിയൊരു കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷൻ വലിയ റിപ്പോർട്ട് കൊണ്ടുവരികയും അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് പറഞ്ഞതിനകത്ത് പകൽ സമയത്ത് ഇത് ചെയ്യാൻ പറ്റുമോ, രാത്രി സമയത്ത് ചെയ്യുമോ, ഒരു ഷെഡിനകത്ത് 2 പേർ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ 18 മീറ്റർ വ്യത്യാസം വേണം. അതുപോലെ തന്നെ 10 മീറ്ററിൻ്റെ ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ രാസവസ്തുക്കൾ ഉപയോഗിക്കാം, ഏതെല്ലാം ഉപയോഗിച്ചുകൂടാ, പ്രൊഫഷണലായി പരിചയം കിട്ടിയവർ മാത്രം, പ്രൊഫഷണലായി ട്രെയിൻ കിട്ടിയവർ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കാവൂ. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടാക്കി. ഒരു നിയമവും മുണ്ടത്തിക്കോടും പാലിച്ചിട്ടില്ല. അവിടെ 74 വയസ്സുള്ള അമ്മ പോലും ഇരുന്ന് ഈ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അപകടമുണ്ടാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആ ജോലി ചെയ്യുന്നവർ പാടിയ പാട്ടും അവരുടെ മറ്റ് വീഡിയോ ചിത്രങ്ങളും പുറത്തു വന്നു. വളരെ പ്രാകൃതമായ രീതിയിൽ കാലൊക്കെ നീട്ടിയിരുന്ന് വീട്ടിൽ അടുക്കളയിൽ നമ്മൾ മലക്കറി അരിയാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണ വീട്ടിൽ മലക്കറി അരിയാൻ ഇരിക്കുന്നത് പോലെ, പച്ചക്കറി അരിയാൻ ഇരിക്കുന്നത് പോലെ വളരെ കൂട്ടമായി എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുന്ന വളരെ പ്രാകൃതമായ ഒരു രീതിയിലാണ് അവിടെ മുണ്ടത്തിക്കോട് ഇത് നടന്നത്. അവിടെ ഇത് പരിശോധിക്കാനുള്ള സംവിധാനമോ
ഉദ്യോഗസ്ഥരുടെ ഇടപെടലോ ദുരന്ത നിവാരണ അതോറിറ്റി എന്നുള്ള നിലയിൽ കളക്ടറുടെ ഇടപെടലോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ നിയമത്തിൻ്റെ നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ പരാജയമാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വനിതയ്ക്ക് ഇത് കിട്ടിയിരിക്കുന്നു. വനിതകൾക്ക് കിട്ടിക്കൂടാന്നുള്ളതല്ല, പക്ഷെ ഇതൊക്കെ കുറച്ചുകൂടി കായികമായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തി പ്രയോഗിക്കേണ്ട മേഖലകളാണ്. വെടിമരുന്ന് വരും, ഇപ്പം തെങ്ങിൽ കയറാൻ സ്ത്രീകൾ വരുന്നില്ലല്ലോ, കാരണം അത് കുറച്ചുകൂടി കായികമായി ബലം കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിന് സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കുക, അതുപോലെ പരിചയമില്ലാത്തവർക്ക് ലൈസൻസ് കൊടുക്കുക, പ്രൊഫഷണൽ അല്ലാത്തവർക്ക് ലൈസൻസ് കൊടുക്കുക, കൊടുത്തിട്ട് അവർക്ക് 40 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 40 പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചത് കൊണ്ട് 40 പേർ. എന്താണ് പറയുന്നത്? ഒരു അഭിജിത്തിനെ ഇപ്പോഴും കാണാനില്ല, കണക്കറിയില്ല, എത്ര പേർ പണിയെടുക്കുന്നു അറിയത്തില്ല, പഞ്ചായത്തിന് ആ കണക്കറിയത്തില്ല. ഇനി ഇത് ഇരുന്ന സ്ഥലമാകട്ടെ, ഈ വെടിമരുന്ന് പുര ഇരുന്ന സ്ഥലമാകട്ടെ, അവിടെ ഒരു സ്കൂട്ടർ പോലും കൊണ്ടുപോകാൻ നടന്നല്ലാതെ പോകാൻ പറ്റത്തില്ല. അവിടുത്തെ ഒരു മതിൽ പൊളിച്ചിട്ടാണ് ഫയർ എഞ്ചിൻ കൊണ്ടുപോയത്. അത്രയ്ക്ക് യാതൊരു ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളോ ഫസ്റ്റ് എയ്ഡിൻ്റെ സംവിധാനങ്ങളോ അവിടെ ആംബുലൻസ് എത്താനുള്ള സംവിധാനമോ ഫയർഫോഴ്സ് എത്താനുള്ള സംവിധാനമോ ഒന്നുമില്ലാതെയാണ് അവിടെ സംഭവിച്ചത്. ചൂടല്ല പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുമ്പോൾ അവരോടൊരു ചോദ്യമുള്ളത്, ചൂട് ഇത്രയും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും തീ പിടിക്കുമായിരുന്നോ? ഇത്രയും ഉഗ്രമായ ശബ്ദം ഉണ്ടാകുമായിരുന്നോ? ചൂടും കൂടെ അല്ലേ ഇതിൻ്റെ ആഘാതത്തെ കൂട്ടിയത്. അപ്പോൾ ചൂടിന് ഇതിനകത്ത് ഒരു റോളുമില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ ചൂടും കൂടി ഇതിനകത്തൊരു ഒരു ഒരു എന്താണ് പിന്നെ രോഗമായി അല്ല ഒരു ഘടകമായി വന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നിയമങ്ങളുണ്ട്. വെടിക്കെട്ട് സമയത്ത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും വലിയ അളവിലാണ് അന്തരീക്ഷത്തിൽ കലരുന്നത്. ആ ഓസോൺ പോലുള്ള വാതകങ്ങൾ രൂപപ്പെടാം. ഇവ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ PM2, 5, PM10 എന്നീ സൂക്ഷ്മകണങ്ങളുടെ അളവും വെടിക്കെട്ട് സമയത്ത് പുറത്തു വരുന്നുണ്ട്. അത് വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും വലിയ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോയിസ് പൊല്യൂഷൻ്റെ നിയമം അനുസരിച്ച് രാത്രി 10 മണി മുതൽ 6 മണി വരെ മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. ഈ നിയമങ്ങളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ പരിഗണിക്കപ്പെടാതെ അല്ലെങ്കിൽ കണക്കാക്കാതെ വന്നിട്ടുള്ള വളരെ ഗുരുതരമായ നിയമലംഘനമാണ് നമ്മൾ മുണ്ടത്തിക്കോട് കണ്ടത്. അതുകൊണ്ട് തന്നെ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികളുടെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റും അനുസരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പേരിൽ ക്രിമിനൽ കേസെടുക്കാം, അല്ലെങ്കിൽ അവരെ പീനലൈസ് ചെയ്യാനുള്ള കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടത്തിക്കോട് ദുരന്തത്തിന് ഉത്തരവാദികളായവരെ, അത് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുണ്ട്, അവരെ ചോദ്യം ചെയ്യണം, അവരെ പ്രതി ചേർക്കണം. എന്തുകൊണ്ട് അവരുടെ നാട്ടിൽ തൃശ്ശൂർ പൂരം പോലുള്ള ഇത്രയും വലിയൊരു പൂരത്തിന് ആവശ്യമായ കരിമരുന്നുണ്ടാക്കുന്ന സ്ഥലത്തെ പോയി നോക്കിക്കണ്ട് കൃത്യമായ പ്രിക്കോഷൻസും നടപടികളും നിയമ നടപടികളും സുരക്ഷാ മാർഗങ്ങളും തയ്യാറാക്കാൻ ഉള്ള സൗകര്യം കളക്ടർ ചെയ്തു കൊടുത്തില്ല. അല്ലെങ്കിൽ കളക്ടറുടെ സംവിധാനം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനവും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തും റവന്യൂ കുറേ വകുപ്പുകളുണ്ട്, ഇവരെല്ലാം കൂടി ചെയ്തില്ല എന്നുള്ളതും വളരെ കൃത്യമായ ചോദ്യമാണ്. കൃത്യമായി അവരുടെ ജീവൻ എടുത്തതിനുള്ള ഉത്തരം പറയാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അത് പറയുമ്പോൾ LDF UDF ഭരണകൂടം എന്നുള്ള നിലയിൽ ഈ ചർച്ച കൊണ്ടുപോകരുത്. നമ്മുടെ സിസ്റ്റത്തിന് ബാധ്യതയുണ്ട്. 52 മുതൽ ശബരിമല കരിമരുന്നിൽ പൊട്ടലുണ്ടായ അന്ന് മുതൽ 2026 വരെ എടുക്കുമ്പോഴും നമ്മൾ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പൂരം വേണം, തീർച്ചയായിട്ടും കരിമരുന്നുമൊക്കെ നമുക്ക് പ്രയോഗിക്കാം. പക്ഷേ അതിൽ എന്ത് പ്രിക്കോഷൻ എടുക്കുന്നു എന്നതനുസരിച്ചാണ് അപകടങ്ങളുടെ സാധ്യത കുറഞ്ഞു വരുന്നത്.